നമ്മളിപ്പം ഏകദേശം ആ ഒരു പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കടയും പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് തോന്നുന്നു. ശരിക്കും നമുക്ക് കുറച്ച് സമയമുള്ളപ്പോൾ നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യും കേട്ടോ. നമ്മൾ പണ്ട് സ്റ്റോക്ക്ഹോമിൽ പോയപ്പോൾ അവിടുത്തെ ഓൾഡ് ടൗൺ വിസിറ്റ് ചെയ്ത ഒരു ഫീലുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച് കണ്ടുപിടിച്ചു, വളരെ അടുത്തെത്തി. ജസ്റ്റ് 2 minutes. ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്വീഡനിലെ ചെറിയ ഗ്രാമം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ യൂറോപ്പിൽ തന്നെയാണ് താമസിക്കുന്നത് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴേ. പക്ഷേ ഒരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനായിട്ട് അതുപോലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കേഷൻ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു നടപ്പാതയാണ്. സെൻറ്റ് പിയറെ ദേവാലയം ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ചർച്ചാണ്. എനിക്ക് തോന്നുന്നു 1600 കാലഘട്ടങ്ങളിൽ ഇത് ഒരു പ്രൊട്ടസ്റ്റൻ്റ് ദേവാലയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിരിക്കുന്നത് ചെറിയൊരു ഇടുങ്ങിയ ഏരിയയിലാണ്. വളരെ വലിയൊരു ദേവാലയമാണ്, പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും അധികം സ്ഥലമൊന്നും കാണുന്നില്ല കേട്ടോ. ഒരുപാട് പുരാതന ഹിസ്റ്ററിയൊക്കെ ഉള്ള ചർച്ചാണ്. ഈ ഒരു 15-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഒരുപാട് കത്തോലിക് ദേവാലയങ്ങൾ പ്രൊട്ടസ്റ്റൻ്റാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഈ ഒരു പള്ളിയുടെ ഫ്രണ്ട് സൈഡെന്ന് പറയുന്നത് കേട്ടോ. പള്ളി തുറന്നിട്ടുണ്ട് കേട്ടോ, നമുക്കകത്ത് കയറി നോക്കാം. ഇവിടെ പ്രവേശന ഫീസൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള പള്ളികളൊക്കെ ഒരു മ്യൂസിയമാക്കി എൻട്രി ഫീസൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കലാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം പരിപാടി. പക്ഷേ എന്തായാലും ഫ്രീ ആണ് കേട്ടോ. ഈ ഒരു നഗരം മുഴുവൻ കവർ ചെയ്യുന്നുണ്ട്. നമുക്കവിടെ കാണാം, നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ ഒരു വാട്ടർ ഫൗണ്ടൻ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കണ്ട ആ ഒരു ഫ്ലവർ ക്ലോക്ക് അതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏകദേശം എവിടെയാണെന്ന്. ഇതിൻ്റെ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ 7 എനിക്ക് തോന്നുന്നു സ്വിസ് ഫ്രാങ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സ്വിസ് ഫ്രാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 10 SEK ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു പറയാം ഒരു 700 ഇന്ത്യൻ റുപ്പീസൊക്കെ വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചർച്ചും നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ ഒരു ഓൾഡ് ടൗണും സിറ്റിയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണുക എന്നുള്ളതാണ്. നമ്മൾ ഈ യൂറോപ്പിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ഒരുപാട് കെട്ടിടങ്ങളും അതുപോലെ തന്നെ പഴയ നഗരങ്ങളും ഒക്കെ 16-17 നൂറ്റാണ്ടുകളിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് അങ്ങകലെ ആൽപ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടോ. അപ്പോൾ ഇവിടുത്തെ തെരുവുകളൊക്കെ ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ഫാമിലിയോടൊക്കെ കൂടെ വന്ന് സമയം ചെലവഴിക്കാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. നമ്മൾ കുറച്ച് മുമ്പേ ആ ഒരു വ്യൂ കണ്ടത് അതിന് മുകളിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ഒന്ന് കിൻഡർ ഗാർഡനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതോ കേട്ടോ. കുറേ പിള്ളേരൊക്കെ, ഇഷ്ടംപോലെ പിള്ളേർ. നമ്മുടെ സ്വീഡനിലാണെങ്കിൽ ഇതുപോലെ പിള്ളേരെയും കൊണ്ട് ഇതുപോലെ നല്ല പാർക്കിലും ഒക്കെ കൊണ്ടുപോകും കേട്ടോ. ഒരു ചെറിയൊരു കിയോസ്ക്. ഇവിടെ ഒരു പുള്ളി നിന്ന് ഇത് വായിക്കുന്നുണ്ട്.
വലിയ ചെസ് ബോർഡാണ് തോന്നുന്നു കേട്ടോ. ചെസ്സ് കളിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. കൈ കൊണ്ടെടുത്ത് മാറ്റി വെക്കാം. പാർക്കിൽ നിന്ന് നമ്മൾ വന്നത് അത്യാവശ്യം തിരക്കുള്ള ഒരു വലിയൊരു റോഡിലോട്ടാണ് കേട്ടോ. സമയം 11 മണി ആയതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തേണ്ടത് 1 മണിക്കാണ്. 1:15 ട്രെയിൻ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ലഞ്ച് കഴിക്കണം. കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു ലഞ്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ലഞ്ച് കഴിക്കാൻ പോകണം കേട്ടോ. നമ്മളത് റെസ്റ്റോറൻറ്റ് എന്തായാലും നോക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഈ ഒരു സെൻറ്റ് പിയറെ ചർച്ച് ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജനീവ സന്ദർശിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ ഇതിനടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വീഡനിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കോഴിയാണ് ഇവിടുത്തെ മെയിൻ. തുറന്നോ ഇല്ലെന്ന് അറിയത്തില്ല. യെസ്, ഓപ്പൺ ആയെന്ന് തോന്നുന്നു. താങ്ക് യു. കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഈ കട നമ്മൾ നേരത്തെ നോക്കി വെച്ചിരുന്നതാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ചിക്കനാണ്. ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും. പിന്നെ വില പിന്നെ പറയണ്ട, സ്വിറ്റ്സർലൻഡാണ്, ജനീവയാണ്, പറയുന്നില്ല. അത് ഇച്ചിരി കൂടുതലാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, ഫ്രാൻസിലോട്ടോ സ്പെയിനിലോട്ടോ ഒക്കെ. ഓക്കെ, അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ സ്പെഷ്യൽ കടയായതുകൊണ്ട് ഒരു ഹാഫ് ചിക്കൻ റോസ്റ്റും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് സലാഡും ഒക്കെ കേട്ടോ. പള്ളിയിൽ നിന്നും നല്ല മനോഹരമായിട്ടുള്ള മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്തില്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിനി അടുത്തത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പറ്റുമെങ്കിൽ UN-ൻ്റെ ആ ഒരു ബിൽഡിങ് നമ്മൾ ചിലപ്പം കാണും. ഇപ്പോൾ സമയം 12 മണിയാകുന്നു. 1:15 നമ്മുടെ ട്രെയിൻ കേട്ടോ. സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ രാവിലെ നടന്നു വന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ബിസി ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ പതിയെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടെമ്പറേച്ചറാണ്. നമ്മൾ ജാക്കറ്റൊക്കെ ഊരി വെച്ച് നമ്മൾ ഏകദേശം 16 ഡിഗ്രിയാന്ന് തോന്നുന്നു. ബട്ട് വിത്ത് സൺലൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ജാക്കറ്റ് ഇല്ലാതെ. നമ്മൾ രാവിലെ പറഞ്ഞ ഒരു സ്വിസ് വാച്ച് കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ഏതോ കൂടിയ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അധികം തിരക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ രാവിലെ എനിക്കൊന്ന് നമ്മൾ കുറച്ച് നേരത്തെ ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത്. എനിക്കൊന്ന് 9 മണി ആയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മളിവിടെ വന്നത്. ആ സമയത്ത് ഇവിടെ ഒന്നും വലിയ ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ സൺലൈറ്റിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുമ്പം ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ നല്ല നല്ല രസമാണ് ഇതിൽ നടക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് ബസ് ഇറങ്ങി ആ ഒരു ഏരിയയിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ജനീവ ഫ്രീ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുള്ളത്. യെസ്, നമ്മൾ രാവിലെ വന്ന് ബസ് ഇറങ്ങിയത് ഈ ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് അകലെ വാട്ടർ ഫൗണ്ടൻ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ബ്രിഡ്ജിലാണെന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങിയത്. ആ മെട്രോ കാണുന്നത്. നമുക്കിവിടെ അധികം മലയാളികളെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇന്നത്തെ ദിവസം ഒരേ ഒരു മലയാളീനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ത്യക്കാരെ ഒന്നും അധികം നമ്മൾ ഈ ഒരു സിറ്റിയിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് എക്സ്പെൻസീവ് സിറ്റിയാണ്. അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുന്നത്, വേൾഡ് ക്ലാസ് സിറ്റിയാണ്. അങ്ങനെ കോൺഫറൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലം.
കാണുമായിരിക്കും എന്തായാലും. നമുക്കൊരു മെമ്മറി കാർഡ് നോക്കാം. നമ്മുടെ ക്യാമറയുടെ മെമ്മറി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 4K ക്വാളിറ്റിയിലെടുക്കുന്നതുകൊണ്ട്. ഓക്കെ, അവിടെ ഇല്ല പുള്ളിക്കാരൻ. പക്ഷേ ഇവിടെ ഒരു വേറൊരു ഷോപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. മാനോർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ മിസ്സാവോ എന്നൊരു സംശയം. ഇതൊരു സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ലുലു മോളൊക്കെ പോലെ. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഫോർത്ത് ഫ്ലോറിൽ നമുക്ക് മൾട്ടിമീഡിയ ഷോപ്പുണ്ട് കേട്ടോ. എന്തായാലും സാധനം കിട്ടി കേട്ടോ. നമ്മുടെ കയ്യിലുള്ള അതേ സംഭവം വളരെ ഫാസ്റ്റായിട്ട് കിട്ടി കേട്ടോ. നമ്മളിപ്പോൾ കയറിയ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ അതിൻ്റെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, മാനോർ എന്ന് പറഞ്ഞിട്ട്. 3 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. 12:30 1:30 1:15 ട്രെയിൻ. പക്ഷെ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരത്തെ പോവുകയാണ്. കാരണം നമുക്ക് ട്രെയിനൊക്കെ ഫൈൻഡ് ചെയ്യണ്ടേ. ഇതാണെന്ന് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ. കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഒരമ്മച്ചിയോട് ഇപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. 2-3 സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മെയിനായിട്ടും ഉള്ള കണക്ഷൻ ട്രെയിൻസൊക്കെ, അതായത് ഇപ്പോൾ ഫ്രാൻസിലോട്ടും ജർമ്മനിയിലോട്ടൊക്കെ പോകുന്ന ട്രെയിൻസൊക്കെ ഇവിടുന്നാണെന്ന് തോന്നുന്നു കേട്ടോ പുറപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ട്രെയിൻ ഏതാണെന്ന് നോക്കണം. ഇവിടെ ഒരാൾ ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നു കേട്ടോ. എന്താണ് സംഭവം എന്നറിയില്ല. പ്രൊമോഷനാണെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ട്രെയിൻ ഫൈൻഡ് ചെയ്യാനായിട്ട്. ഒരുപാട് സമയമുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഉണ്ട്. ഈ ഒരു ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് സീറ്റ് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത്. ജനീവയിൽ നിന്നും മോണ്ട് പെയ്ലർ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പം അത് നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പണിയാവും. നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തു. അതായത് നമ്മൾ സീറ്റ് റിസർവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈ സ്പീഡ് ട്രെയിനിൽ പോകാൻ പറ്റിയേനെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ പോകുന്ന യാത്ര ഒരു 4 മണിക്കൂർ കൊണ്ട് കവറായേനെ. പക്ഷേ ഇപ്പം നമുക്ക് ഏകദേശം 7 മണിക്കൂർ ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് റിസർവേഷൻ വേണ്ട. അത് ഈ ട്രെയിനാണ് കേട്ടോ. അതായത് 13-14 ലിയോൺ. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിലെ ലിയോൺ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫ്രാൻസിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ നമുക്ക് ഇവിടെ നല്ല കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളി, നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. സൂപ്പർ.